സുവിശേഷ വയലിലെ കൊയ്ത്തുകാരെന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ സെൻട്രൽ പാസ്റ്ററായ, അതുപോലെ തന്നെ PCIയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റായ, അതുമാത്രമല്ല കാഹളനാദം എന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു മ്യൂസിക് ടീമിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ സിംഷോൺ മാർട്ടിൻ അവറുകളെയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ച് വളരുന്നത്. എൻ്റെ പപ്പയുടെ പേര് റസാലോ എന്നാണ്, അമ്മയുടെ പേര് ലൈസ എന്നാണ്. അവരുടെ ഏക മകനാണ് ഞാൻ. ബാല്യകാലം എന്ന് പറഞ്ഞാൽ പപ്പയാണ് ആദ്യം രക്ഷിക്കപ്പെട്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്നത്. ആ സമയം പപ്പ കട്ടച്ചോടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഒരു പാസ്റ്ററായി ആ സമയത്തും ഞാനും അമ്മയും CSI ചർച്ചിൽ മീറ്റിങ്ങിന് പോകുമായിരുന്നു. അമ്മയ്ക്കൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു ഈ പെന്തക്കോസ്തിലേക്ക് വരാനെന്നുള്ളത്. അമ്മ ഓർണമെൻറ്റ്സ് മാറ്റത്തില്ല. അങ്ങനെ ആത്മീക വിഷയത്തിൽ പപ്പ ചർച്ചിലെ പാസ്റ്റർ ആയപ്പോഴും അമ്മയും ഞാനും CSI പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്രമേ ആ മീറ്റിങ്ങിലേക്ക് എന്ത് ചെയ്യത്തുള്ളൂ. അവസാനം അമ്മ ഇതിലേക്ക് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഇവിടെ ഒരു മുഴ കക്ഷത്ത് എന്നായിരുന്നു. അപ്പം അങ്ങനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴും അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് വിധി എഴുതി. അങ്ങനെ വിധി എഴുതിയ സമയത്ത് ഒരു വ്യാഴാഴ്ച ഓപ്പറേഷൻ, ബുധനാഴ്ച രാത്രി പപ്പയും അമ്മയും കൂടെ എന്നെ നടുക്കിരുത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കൊച്ചിൻ്റെ ദേഹത്ത് കത്തി വയ്ക്കാൻ ഇടയാക്കരുത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു ദർശനം കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ, നീ സിയോൻ പുത്രിയെ നിൻ്റെ കഴുത്തിൽ നിന്നും ബന്ധനം അഴിച്ചു കളക എന്നുള്ള ആ ഒരു വാക്യം കൊടുത്ത്, എന്ന് പറഞ്ഞാൽ ഓർണമെൻറ്റ്സ് മാറ്റത്തില്ല, അതുകൊണ്ടാണ് ഒന്നാമത് പെന്തക്കോസ്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടായത്. പക്ഷേ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി, ഞാൻ ഓർണമെൻറ്റ്സ് മാറ്റാത്തത് കൊണ്ടാണ് ഈ വാക്യം എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തിയത്. അതാണ് എൻ്റെ കുറവാണെങ്കിൽ, എൻ്റെ കൊച്ചിന് ഓപ്പറേഷന് വിധേയമായിരിക്കുന്ന ഈ രോഗത്തിന് കാരണം അതാണെങ്കിൽ ഞാനത് മാറ്റാൻ തയ്യാറാണ്. അന്ന് രാത്രി തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മുഴ അവിടെ കാണാനില്ല. അപ്പോൾ അങ്ങനെയാണ് അമ്മയും ഞാനും വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത് എന്ന് പറഞ്ഞാൽ ആരുടെയും പരപ്രേരണ കൊണ്ടല്ല, ആ രീതിയിൽ മനസ്സിലാക്കി ആണ് ഇതിലേക്ക് വരുന്നത്. ബാല്യകാലം എന്ന് പറയുന്നത്. CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ജനിച്ചത് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രാമത്തെ വയസ്സിലായിരുന്നു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്നത്? ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ആ ഒരു ചെറിയ ഓർമ്മയൊക്കെ ഉള്ളൂ. ആ സമയത്താണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. പിന്നെ പപ്പയും അമ്മയും ബ്രദറൻ ചർച്ചിൻ്റെ കെയർ ഓഫിലാണ് സ്നാനപ്പെടുന്നത്. അത് ശരി. സ്നാനപ്പെടുന്നത്. പാസ്റ്ററുടെ സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജനന സ്ഥലവും പിന്നെ ബാല്യകാലത്ത് ചിലവഴിച്ച സ്ഥലമൊക്കെ എവിടെയായിരുന്നു? ബാല്യകാലം ചിലവഴിച്ചത് എൻ്റെ ജനന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. കാട്ടാക്കടയിൽ നിന്ന് നേടാൻ പോകുന്ന വഴിക്ക് മടത്തിക്കുണം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അവിടെയും കാട്ടാക്കടയും ആയിട്ടാണ്. നമ്മളൊരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. അതെ അല്ലേ? നമ്മൾ എത്ര വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ നമുക്ക് അത്രത്തോളം ഒരു കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകുമെന്നൊന്നുമില്ല. എപ്പോഴാണ്, എങ്ങനെയാണ് അങ്ങനൊരു കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഫസ്റ്റ് ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ചെറിയ നാളിൽ തന്നെ വിശ്വാസത്തിലേക്ക് വന്നു. അതെ. പപ്പ ആ സമയം തന്നെ, പപ്പ ഈ വിശ്വാസത്തിൽ, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വരും മുമ്പ് CSI ആയിരിക്കുമ്പോഴും ഒരു പ്രസംഗനായിരുന്നു. അന്ന് പ്രസംഗിയാരെന്നാണ് അറിയപ്പെടുന്നത്. അതെ. അപ്പോൾ അങ്ങനെ അത് പെന്തക്കോസ്ത് പാസ്റ്റർ ആകും മുമ്പ് തന്നെ CSI പ്രസംഗിക്കുന്ന ആളായിരുന്നു. പക്ഷെ അന്ന് പെന്തക്കോസ്തുകാർക്ക് എതിരായിട്ട് പ്രസംഗിക്കുന്ന ആളായിരുന്നു. അതിൽ നിന്നാണ് പപ്പ ഈ വിശ്വാസത്തിലേക്ക് ഒരു രോഗം മുഖാന്തരമൊക്കെ വരുന്നത്. അത് പറയുന്നെങ്കിൽ ഒത്തിരി സമയം വേണം. അവിടെ ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്ന സമയം തന്നെ മീറ്റിംഗ് സ്ഥലത്ത്, അന്ന് ഡ്രമ്മാണല്ലോ, അന്ന് കീബോർഡും കാര്യങ്ങളും. അപ്പോൾ ചെറിയ നാളിൽ തന്നെ ഞാൻ നന്നായി ഡ്രം വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഡ്രം അടിക്കുമ്പോൾ ആൾക്കാർ നന്നായിട്ട് കരമടിക്കും, പരിശുദ്ധാത്മാവിൽ ആരാധിക്കും.
പക്ഷേ മാത്രമല്ല പപ്പയുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ 2ാം വരവ്, അങ്ങനെയുള്ള സംഭവം, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള മെസ്സേജൊക്കെ ഈ ചെറിയ നാളിൽ തന്നെ ഞാൻ കേട്ടു. പ്രസംഗവും ഒക്കെ നന്നായിട്ട് ഗ്രഹിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി ആയിരുന്നു. എനിക്ക് ഞാൻ സ്നാനപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാല്യകാലത്തിൽ തന്നെ 12ാമത്തെ വയസ്സിൽ ഞാൻ പപ്പയോട് അങ്ങോട്ട് പറയുകയായിരുന്നു, ഇനി സ്നാനപ്പെടണം. അങ്ങനെ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട ആളാണ് ഞാൻ. അതിനുശേഷം ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഈ ഡ്രം അടിക്കും, നന്നായിട്ട് വർഷിപ്പിനൊക്കെ ഡ്രം അടിക്കുന്ന ആളാണെങ്കിലും ഞാൻ അന്ന് പപ്പ തൂങ്ങാൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ചിലെ പാസ്റ്ററായിരുന്നു. അവിടെ എൻ്റെ പ്രായമുള്ള അനേകം ചെറുപ്പക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും നന്നായിട്ട് കരമടിക്കും, ഡ്രം അടിക്കും, പാട്ട് പാടും, വർഷിപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. അത് പ്രാപിക്കാൻ തടസ്സമെന്ന് പറയുന്നത് അടുത്തിരിക്കുന്നവർ കാണും എന്നൊരു നാണക്കേട്, അല്ലെങ്കിൽ ഉറക്കെ കരമടിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് കാണും, ശ്രദ്ധിക്കും എന്നുള്ളൊരു ഒരു നാണക്കേടുള്ളതുകൊണ്ട് യുവജനങ്ങൾക്ക് ചിലപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് അഭിഷേക സമയത്ത് പ്രാപിക്കാൻ പറ്റി. അവസാനം അതിനടുത്തുള്ള ഒരു ചർച്ചിൽ ഒരു 7 ദിവസം ഫാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ആ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഒരു ദിവസം ചെയ്യാം, പങ്കെടുക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആ മീറ്റിങ്ങിന്, അന്ന് രാത്രിയുള്ള മീറ്റിങ്ങിന് പോയി. അന്ന് കാട്ടാക്കട ബൈജു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹമായിരുന്നു അന്ന് അവിടെ ശുശ്രൂഷിക്കും. അദ്ദേഹം പ്രസംഗത്തിനൊടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരും, പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ ശരീരങ്ങൾ വിട്ടുകൊടുക്കണം, അടുത്ത് ആരെ നിൽക്കുന്നു ഇതൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണം, ആ പരിശുദ്ധാത്മാ ശക്തി എൻ്റെ മേലൊന്ന് പകരണമെന്ന് അന്ന് പ്രാർത്ഥിക്കുകയും ആ മീറ്റിങ്ങിലാണ് ഞാൻ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട ഞാൻ 15ാമത്തെ വയസ്സിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്ന തടസ്സം എൻ്റെ ഈ ചിന്തയായിരുന്നു. മറ്റുള്ളവരെ ഞാൻ ആരാധിക്കുന്നത് കാണുമ്പോൾ, കൈയടിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ചിന്തിക്കുമെന്നുള്ളൊരു ചിന്തയായിരുന്നു. അതായിരുന്നു. ഓക്കെ. ഇപ്പോൾ നിലവിലെ കഥാമരദാസൻ സഭാ പാസ്റ്ററാണ്, അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സെൻട്രൽ പാസ്റ്ററാണ്, പിന്നെ അനേകം മറ്റ് സംഘടനകളുടെ ഭാരവാഹിത്വമൊക്കെ വഹിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു സുവിശേഷ വേലയിലേക്ക് സമർപ്പിക്കാനും അതുപോലെ തന്നെ സുവിശേഷ വേലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഒരിക്കൽ പോലും ഞാൻ ഒരു സുവിശേഷനാകണമെന്നോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ആകുമെന്നോ ആഗ്രഹിച്ച ആളല്ല. കാരണം പപ്പ ഒരു പാസ്റ്റർ ആയതുകൊണ്ടും ഏക മകനാണ് ഞാൻ പപ്പയുടെ അടുത്ത് ശുശ്രൂഷ ചെയ്യണമെന്ന് പപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയും, ഞാൻ ഒരിക്കലും ഒരു പാസ്റ്റർ എന്ത് ചെയ്യത്തില്ല, ആകത്തില്ല. കാരണം ആ ഒരു പാസ്റ്ററിൽ വളർന്നതുകൊണ്ടും അവരുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന അതൊക്കെ നമ്മൾ കണ്ടു വളരുന്ന ആളാണ്. ആത്മീയമായിട്ട് നമുക്ക് സന്തോഷമാണെങ്കിലും ഭൗതികമായിട്ട് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പപ്പ ഒരു അപ്പോസ്തല വിളിയുള്ള ഒരാളാണ്. കാരണം പല സ്ഥലങ്ങളിൽ ചെല്ലുന്നു, അവിടെ ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു, അവിടെ ഒരു സഭ സ്ഥാപിക്കുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മളുണ്ട്, കൂടെയുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് ഒരിക്കലും ഒരു പാസ്റ്റർ ആകണമെന്നോ ഒരു സുവിശേഷനാകണമെന്നോ ആഗ്രഹമില്ലായിരുന്നു. അപ്പോഴേ ഒരു 18 വയസ്സാകുന്ന സമയത്തൊക്കെ പപ്പ എന്നെ പിന്നെ നിർബന്ധിക്കുമായിരുന്നു, ഈ ബൈബിൾ കോളേജിൽ പോകണം എന്നൊക്കെ. പക്ഷേ എനിക്ക് ആഗ്രഹം ഇല്ല. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബൈബിൾ കോളേജിൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. അങ്ങനെ ഞാൻ പപ്പയോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ബൈബിൾ കോളേജിലാണ് ഞാൻ പഠനത്തിന് വേണ്ടി പോകുന്നത്. പക്ഷേ പഠനത്തിന് പോകുമ്പോഴും എൻ്റെ ചിന്ത ഒരിക്കലും ഞാൻ ചർച്ചിലെ പാസ്റ്റർ ആകത്തില്ല. ഞാൻ ആദ്യം മുതൽ അവിടെ പറയുന്നതും വീട്ടിൽ പറയുന്നതും ഞാനൊരു മിഷണറി ആയിട്ട് പോകും, ആ ഒറ്റ ചിന്തയാണ് എൻ്റെ ആഗ്രഹം മുഴുവനും. ഫസ്റ്റ് ഇയറും 2ാം വർഷവും ഒക്കെ അതാ ചിന്ത, ഒരിക്കലും ഞാൻ സഭാ പാസ്റ്റർ ആകത്തില്ല. പക്ഷെ ദൈവം എന്നെ ഒരു ഇടയനായിട്ട് വിളിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് ലാസ്റ്റ് വർഷമായപ്പോഴും ആ സംഘടന, ന്യൂ ഇന്ത്യ സംഘടന തന്നെ പഠിക്കാൻ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നിട്ടും എൻ്റെ അടുത്തൊന്ന് പറയുകയാണ്, എൻ്റെ ഒരു സ്റ്റുഡൻസിനോടും ഒരു ചർച്ചിൽ പാസ്റ്റർ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, പാസ്റ്ററായിട്ട് വിടുന്നു എന്ന് പറയും. ഈ തൂങ്ങാൻപാറയ്ക്ക് അടുത്ത് ഊന്നാംപാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടുത്തെ ന്യൂ ഇന്ത്യ ചർച്ചിൽ ഞങ്ങളെ 6 മാസത്തേക്ക് എന്ത് ചെയ്തു, പാസ്റ്ററായിട്ട് വിടുകയാണ്. അപ്പോഴാണ് ഇനി മനസ്സിലാകുന്നത് എന്നെ ഇടയനായിട്ട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരികയും പിന്നെ എയിം അങ്ങ് മാറി, മിഷണറിയായിട്ട് പോകണം എന്നൊരു ചിന്ത മാറി. കാരണം ഇതാണ് നമ്മളെന്തൊക്കെ ചിന്തിച്ചാലും ദൈവം നമ്മളെക്കുറിച്ച്, ദൈവത്തിന് പദ്ധതിയും ഒരു വിളിയുണ്ട്.
അത് കൃത്യസമയമാകുമ്പോൾ അതെന്ത് ചെയ്യും, അടുത്തോട്ട് വരും വരും. ഒരു സെക്കൻഡ് മതി നമ്മുടെ ചിന്ത മാറാനായിട്ട്. അതെ അതെ. അങ്ങനെ അതിൽ പാസ്റ്റായിട്ട് ഇരിക്കുന്ന സമയത്താണ് 2001 പപ്പ ചർച്ച ബോർഡിൻ്റെ സീനിയർ പാസ്റ്ററാണ്. അതെ. ഞാൻ ന്യൂ ഇന്ത്യയിൽ ഇങ്ങനെ തുടക്കം ആയപ്പം പപ്പ പറഞ്ഞു, നമ്മൾ രണ്ട് സംഘടനയിൽ നിൽക്കണ്ട, നീ ചർച്ച ബോർഡിൽ ഒരു ശുശ്രൂഷകനായിട്ട് വരണം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കാരണം എൻ്റെ ഗുരു എന്ന് പറയുന്നത് പപ്പയാണ്. അപ്പോൾ ഞാൻ പപ്പയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം പപ്പയെന്ന് പറഞ്ഞാൽ ഏത് വാക്യം, ബൈബിളിലുള്ള ഏത് കാര്യവും നമ്മൾ എവിടെ വെച്ച് ചോദിച്ചാലും കാണാതെ പറയും. അത്രയ്ക്ക് മെമ്മറി പവറുള്ള ഒരാളാണ്. അപ്പോഴേ നമുക്ക് പഠിക്കുന്ന സമയത്താണെങ്കിലും അപ്പോൾ എൻ്റെ ഒരു ഗുരു അല്ലെങ്കിൽ ഞാൻ ആത്മീയ പിതാവ് എന്ന് പറഞ്ഞ എൻ്റെ പപ്പയാണ്. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ കാട്ടാക്കടയ്ക്ക് അടുത്ത് ചാമോള എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ പപ്പ നേരത്തെ അവിടെ ഒരു നേഴ്സറി സ്കൂൾ വാടകയ്ക്ക് എടുത്ത് മാസത്തിലൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ കുറച്ച് നാളത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ അവിടെയുള്ള 2 സഹോദരങ്ങൾ പപ്പയോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കവിടെ ഒരു സഭ ആവശ്യമാണ്, അല്ലെങ്കിൽ അവിടങ്ങളിൽ പെന്തക്കോസ്ത് ചർച്ച ഒന്നുമില്ല എന്ന് പപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ചർച്ച ബോർഡിൽ വരണമെങ്കിൽ പുതിയ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് ആ ചാമോളെ ചർച്ച സ്റ്റാർട്ട് ചെയ്ത് ചർച്ച ബോർഡിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിലൊരു കുടുംബത്തിൽ മീറ്റിംഗ് ആരംഭിച്ചു. ആദ്യത്തെ സഭായോഗത്തിനെന്ന് പറഞ്ഞാൽ ആ 2 വീട്ടുകാരും അവരുടെ 2 പേരുടെ ഭാര്യമാർ, അവർ 2 പേർക്കും 3 മക്കൾ വീതം, അങ്ങനെ 6 പേര് 10 പേര് വെച്ച് ഒരു വീട്ടിൽ സഭയോഗം ആരംഭിച്ചു. അങ്ങനെ ഒരു മാസമൊക്കെ ആകുന്ന സമയം തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിനൊരു കാഴ്ചപ്പാട് തന്നു. നമ്മളിങ്ങനെ ഒരു വീട്ടിനകത്ത് ഇരുന്ന് ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. അങ്ങനെ ആ സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലം വാടക കിട്ടുമെന്ന് അന്വേഷിച്ചു. അപ്പോഴവിടെ ഒരു ആൻറ്റിയുടെ സ്ഥലം 2 വർഷത്തേക്ക് സ്ഥലം വാടക തരാമോ, സ്ഥലം ആ സ്ഥലം 2 വർഷത്തേക്ക് തന്നു. അവിടെ നമ്മളൊരു വലിയ ടെൻ്റ് ഒക്കെ അടിച്ച് മീറ്റിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാ വ്യാഴാഴ്ച രാത്രി മീറ്റിംഗ്, പിന്നെ ശനിയാഴ്ച യൂത്ത് മീറ്റിംഗ്, അങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി. അവിടെ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നൊരു സഭയും രക്ഷാസൈന്യം എന്ന് പറയുന്ന ഈ 2 ചർച്ചും മാത്രമേ ഉള്ളൂ. ഒരു CSC ഒരു ചർച്ച അതിൻ്റെ അപ്പുറത്ത് മാറിയുണ്ട്. പെന്തക്കോസ്ത് പ്രവർത്തനങ്ങളോ പെന്തക്കോസ്ത് ചർച്ചോ ആ കാലഘട്ടത്തിൽ അവിടെ ഇല്ല. 2001 അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെ ഇരുന്നും കൊണ്ട് അടുത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം കഴിയും മുമ്പ് സ്വന്തമായിട്ടൊരു സ്ഥലം എന്ത് ചെയ്യണം, ഉണ്ടാകണം. അങ്ങനെ സ്വന്തമായിട്ട് 6 സെൻറ്റ് സ്ഥലം ദൈവം തന്നു. അവിടെ ഒരു സഭാഹാൾ പണിതു. അതാണ് ഈ ശുശ്രൂഷയുടെ ആരംഭ പ്രവർത്തനമെന്ന് പറയുന്നത്. എത്രാമത്തെ വയസ്സിലാണ് ഒരു സഭാ ശുശ്രൂഷയിലേക്ക് കടന്നത്? 21ാമത്തെ വയസ്സിലാണ് ഞാൻ സഭയുടെ ശുശ്രൂഷകനാണ്, ചർച്ച ബോർഡിലെ ശുശ്രൂഷ. അതിനു മുമ്പേ ന്യൂ ഇന്ത്യയുടെ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. വിവാഹ ജീവിതവും അതുപോലെ എപ്പോഴായിരുന്നു വിവാഹം നടന്നത്? വിവാഹം നടക്കുന്നത് ഞാൻ 2001 മുതൽ 2004 വരെയും സഭയുടെ ശുശ്രൂഷകനായിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ തന്നെ കല്യാണം കഴിക്കാതെ തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സഭാ ശുശ്രൂഷ നടത്താൻ പറ്റില്ല. അങ്ങനെ 23ാമത്തെ വയസ്സിൽ കല്യാണം അന്വേഷിച്ച് തുടങ്ങി. അപ്പോഴതൊക്കെ ഭയങ്കര തമാശയുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം, പപ്പയ്ക്കും അമ്മയ്ക്കും ഏക മകനൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ, കാരണം ഒരു ശുശ്രൂഷകനാണ്. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു തമാശയായിട്ട് പറയാറുണ്ട്, എല്ലാ വീടുകളിലും ചെന്ന് ഏത്തപ്പഴവും ചായയും കുടിക്കാൻ വേണ്ടി ഞാനില്ല. അതുകൊണ്ട് ഏതെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഇത് വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു, ബ്ലാത്താങ്കര എന്ന് പറഞ്ഞ സ്ഥലം, നെയ്യാറ്റിങ്കര, അവിടെ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എന്ത് ചെയ്യാം, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്ന് സ്ത്രീധനവും അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ പപ്പയുടെ അമ്മയോടും പറഞ്ഞു, അവരെയും വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു, പോയി. അങ്ങനെ 2004 ആയിരുന്നു ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ബ്ലാത്താങ്കരയിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. ഷൈമോൾ എന്നാണ് വൈഫിൻ്റെ പേര്. ശുശ്രൂഷയിൽ വളരെ ശക്തമായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ശുശ്രൂഷയിൽ ശക്തമായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ എബിൻ എന്ന് പറയും, എബിൻ എസ് മാർട്ടിൻ. അവന് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആറന്മുളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആളും ആൺകുട്ടിയാണ്, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അബിയൽ എസ് മാർട്ടിൻ എന്നാണ് പേര്. അവരും ശുശ്രൂഷയിൽ എന്നോടൊപ്പം തന്നെ കീബോർഡൊക്കെ വായിക്കും. ആ രീതിയിലൊക്കെ
അവരെ കഴിയുന്ന രീതിയിൽ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ 12ാമത്തെ വയസ്സിൽ അങ്ങോട്ട് പപ്പയോട് പറയുമായിരുന്നു എനിക്ക് സ്ഥാനപ്പെടണം. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനും 12ാമത്തെ വയസ്സിൽ നമ്മുടെ ആരുടെയും പരപ്രേരണ ഇല്ലാതെ തന്നെ അവനും ഇങ്ങോട്ടൊന്ന് പറഞ്ഞു എനിക്ക് സ്ഥാനപ്പെടണം. അങ്ങനെ അവൻ 12ാമത്തെ വയസ്സിൽ എന്നെപ്പോലെ തന്നെ മൂത്തവന് സ്ഥാനപ്പെട്ടു. ഇപ്പോഴും ദൈവകൃപയിൽ അവർ നിൽക്കുന്നുണ്ട്. പക്ഷെ വിവാഹത്തിന് ശേഷമായിരിക്കും സാധാരണയായിട്ട് പാസ്റ്റേഴ്സ് എല്ലാം അടുത്തൊരു ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലെല്ലാം പരിമിതികളുണ്ട്. സഭാ ശുശ്രൂഷയായിരുന്നാലും മറ്റ് പൊതു ശുശ്രൂഷ പരിമിതികളുണ്ട്. അപ്പോൾ വിവാഹശേഷം ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതുമാത്രമല്ല ശുശ്രൂഷയുടെ പ്രവേശനം എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത തലത്തിലേക്ക് മിനിസ്ട്രി അല്ലെങ്കിൽ ശുശ്രൂഷ വളർന്നത് എങ്ങനെയായിരുന്നു? 2004 ഞാൻ കല്യാണം കഴിക്കുന്നത്. അതെ. അപ്പോൾ ഈ ചാമോള് ചർച്ചിൻ്റെ ശുശ്രൂഷകനാണ്. ചാമോള് ചർച്ചിലാണെങ്കിലും പാവപ്പെട്ട ആൾക്കാരാണ്, അങ്ങനെ വലിയ സാമ്പത്തികവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ റബ്ബർ ടാപ്പിംഗ് ചെയ്യുമായിരുന്നു ആദ്യം. അപ്പോൾ എല്ലാ ദിവസവും റബ്ബർ ടാപ്പിംഗ് ചെയ്ത് 4 മണിക്ക് പോകും. വെട്ടിപ്പാലെടുത്ത് ഷീറ്റൊക്കെ അടിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ച് മിനിസ്ട്രിക്ക് വേണ്ടി പോകുന്നത്. ആദ്യകാലം അങ്ങനെയായിരുന്നു, കല്യാണം കഴിക്കുന്ന സമയം വരെ. എന്നിട്ട് മാസം തോറും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്താണ് ഞാൻ ഈ മിനിസ്ട്രി അല്ലെങ്കിൽ അവിടെ ഫാസ്റ്റിംഗ് പ്രയറും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞു ഞങ്ങൾ നേരെ 2005 എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചർച്ച ആയതുകൊണ്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് പോയത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവിടെ ചർച്ച് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പ്രവർത്തനം ആക്കിയിട്ടാണ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ആ ചെറുപ്പകാലത്ത് മാക്സിമം മറ്റുള്ള ജില്ലകളിലൊക്കെ ഒന്ന് പോകണം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എറണാകുളത്ത് പോയി. എറണാകുളത്ത് അവിടെ എത്തുന്ന സമയമെന്ന് പറഞ്ഞാൽ മൂത്ത മകന് 3 മാസമുള്ള സമയത്താണ് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി എറണാകുളത്ത് എത്തുന്നത്. എറണാകുളത്ത് നോർത്ത് പറവൂർ ടൗണിൽ ഈ കടകളുടെയൊക്കെ മുകളിലുള്ള നില ഒരു ഫ്ലോർ എടുത്തിട്ട് അവിടെ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അവിടെ വരുന്നത് കുറച്ച് പാവപ്പെട്ട വിശ്വാസികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്. നിലവിൽ ആ ചർച്ച അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ചർച്ച എന്ന് പറഞ്ഞാൽ വാടകയ്ക്കുള്ളവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒത്തിരി നമുക്ക് സെപ്പറേറ്റ് വീട്, കാരണം 3 മാസമായ കുഞ്ഞുമായിട്ടാണ് അതിലെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എറണാകുളം ഫുള്ള് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരു വീട് വാടകയ്ക്ക്, സാറിന് ഒരു ഓടിട്ട വീടൊക്കെ പോയി നമ്മൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അടുപ്പൊന്നും കത്തിക്കാൻ പറ്റത്തില്ല. മൊത്തവും വെള്ളത്തിൻ്റെ ഈർപ്പവും. ആദ്യം കട്ടിലില്ല, കസേരയില്ല. നമ്മളിവിടെ നന്നായിട്ട് നമ്മുടെ പേരിൽ തന്നെ കല്യാണത്തിന് കിട്ടുന്ന ഫ്രിഡ്ജുണ്ട്. എന്ന് പറഞ്ഞാൽ 2 ഫ്രിഡ്ജുണ്ട്, പപ്പയ്ക്കും അമ്മയ്ക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. ഫ്രിഡ്ജ്, കട്ടില്, എല്ലാ സംവിധാനങ്ങളുള്ള വീട്ടിൽ നിന്നും നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ കട്ടിലില്ല, കസേരയില്ല. കാരണം എറണാകുളത്ത് കൊണ്ടുപോണ്ടേ, അങ്ങനെയുള്ള സാമ്പത്തികമൊന്നുമില്ല. അവിടെ ഒരു പാ വിരിച്ച് നമ്മൾ നിലത്ത് കിടക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഉക്കലാണ്, അടുപ്പൊന്നും കത്തത്തില്ല. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. അവസാനം ഇതിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഒരച്ചായൻ ഈ സ്റ്റൗ ഉണ്ടല്ലോ, മണ്ണ സ്റ്റൗ മേടിച്ച് തന്നു. അങ്ങനെ വൈഫിൻ്റെ പപ്പ ട്രെയിനിലൊന്നും മണ്ണ് കൊണ്ടുവരാൻ പറ്റത്തില്ല, അത് 3-4 കവറിങ്ങൊക്കെ ചെയ്ത് ട്രെയിനിൽ മണ്ണെണ്ണ എന്ത് ചെയ്തു അവിടെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം ഈ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും ഇതറിയാൻ പാടില്ല. അവളുടെ ചിന്തയും അവളുടെ അപ്പനും അമ്മയും എന്ത് ചെയ്യണ്ട, നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ അപ്പനും അമ്മയ്ക്കും വിഷമം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യാറില്ല. അവർ ചിന്തിക്കുന്നത് അവർ എറണാകുളത്ത് ഞങ്ങളുടെ മക്കളുണ്ട്, അവർ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, മറുഭാഗം എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ്റെ ജന്മം മുതൽ ശ്വാസനാളത്തിന് വലിപ്പമില്ലായിരുന്നു. അപ്പോൾ ശ്വാസനാളം വലിപ്പമില്ലാത്തത് കൊണ്ട് ചെറിയൊരു ജലദോഷം വന്നാൽ മതി, അവന് ശ്വാസം കിട്ടത്തില്ല. അങ്ങനെ പ്രത്യേക ഒരു ശബ്ദം ഇങ്ങി വരും. അവിടെ ഡോൺ ബോസ്കോ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്, KMK ജംഗ്ഷൻ. അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും, ഓക്സിജനൊക്കെ കൊടുത്ത്. അങ്ങനെ 1 മാസം ഉണ്ടെങ്കിൽ ഒരു 10 ദിവസവും ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഒരു ഇത് അവസാനം ഞങ്ങളൊരു തീരുമാനം എടുത്തു. വീട്ടിലും പറഞ്ഞു, ഈ ബർത്ത്ഡേ ദിവസം ഉണ്ടല്ലോ, 1 വയസ്സാകുന്നത്. അപ്പം അതിനു മുമ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രിസ്മസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവധി വരുമ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. പക്ഷെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാരക്കുളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കും, കാരണം വീട്ടുകാരുടെ അടുത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ തീരുമാനം ഇതാണ്, 1 വയസ്സാകുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ബർത്ത്ഡേക്ക് നമുക്ക് ഒരുമിച്ച് കൂടി ഒരു പ്രാർത്ഥന വയ്ക്കാം. അന്നത്തോടെ ഈ കൊച്ചിൻ്റെ അസുഖം എന്ത് ചെയ്യണം, മാറണം. കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 8 വയസ്സ് വരെ ഇതുണ്ടാവും. കാരണം 8 വയസ്സൊക്കെ ആകുമ്പോഴേ ശ്വാസനാളം നോർമലായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ.
അതുവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ലല്ലോ. അതെ. അങ്ങനെ ആ ബർത്ത്ഡേ ദിവസം ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവം ആ രോഗത്തെ മാറ്റി. അങ്ങനെ 1 വയസ്സ് വരെയും കട്ടൻ ചായ കുടിച്ചാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. അപ്പോഴേ ഒന്നാമത് സാമ്പത്തികം ഇല്ല, അതോടൊപ്പം തന്നെ മീനോ ഇറച്ചിയോ ഒക്കെ നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോഴാണ്, സാമ്പാർ കഴിക്കുന്ന നാട്ടിൽ വരുമ്പോഴാണ്. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഗോതമ്പ് ദോശയും ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ തക്കാളിക്കറി. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും വൈഫും ആണെങ്കിലും ഒരേ സ്വഭാവമുള്ളവരാണ്. നമുക്ക് ഇന്ന ആഹാരം വേണമെന്നില്ല, അതിപ്പോഴും അങ്ങനെയാണ്. ഈ 2 മക്കൾ ആ ഒരു ലെവലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ചോറ് വേണമെന്നോ, എല്ലാ ദിവസവും മീൻ വേണമെന്നോ, എല്ലാ ദിവസവും ചിക്കൻ വേണമെന്നോ. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് എന്താണെന്ന് നമ്മളോടൊപ്പം തന്നെ അവരും എന്ത് ചെയ്തു, കണ്ടു വളർന്നു. അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു മിനിസ്ട്രി, ഗിലിയാദ് എന്ന് പറയുന്നൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നു, പാർട്ടി ടീം മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു ലെവലിലേക്ക് ആകുന്നത് അവിടെ വെച്ചാണ്. അവിടെ എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്ത് പ്രവർത്തനങ്ങളൊന്നുമില്ല. ആ സമയത്താണ് ഞാൻ അവിടെ ഒരു YMC ഹാൾ എടുത്തിട്ട് എല്ലാ മാസവും 3-ാം ശനിയാഴ്ച മീറ്റിംഗ് നടത്തി. അങ്ങനെ ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. ആ ഒരു 3 വർഷം കൊണ്ട് ദൈവം എന്നെ എന്തിനു വേണ്ടിയാണ് അവിടെ അയച്ചത്, ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ചെല്ലുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വെച്ചാണ് മീറ്റിംഗ്. ഓക്കെ. കാരണം നമ്മുടെ ശുശ്രൂഷയുടെ കുടുംബമായിട്ടുള്ള ആദ്യ ഘട്ടമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളാണ് എന്ന് പറഞ്ഞാൽ തലയോലപ്പറമ്പ് ചാർജ് എടുക്കുമ്പോൾ ഒരു 52 പേര് സ്ഥാനപ്പെട്ട 10-70 വിശ്വാസങ്ങളുള്ള നല്ലൊരു മീറ്റിംഗിൽ സ്ഥലത്തേക്കാണ് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്. പക്ഷെ അവിടെ സ്വന്തമായിട്ട് സ്ഥലവും ഇല്ല, ബിൽഡിങ്ങും ഇല്ല, വിശ്വാസികളുണ്ട് പക്ഷേ ചർച്ച് ബിൽഡിങ്ങോ സ്ഥലമൊന്നുമില്ല. അവിടുത്തെ പ്രത്യേകം 6 മാസമൊക്കെയാണ് ഒരു പാസ്റ്റർ ഇരുന്നിട്ടുള്ളത്. ആ രീതിയിലുള്ള സഭയാണ്. പക്ഷേ ഞാനവിടെ ചെന്നു, ചാർജ് എടുത്തു. രണ്ടാമത്തെ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു സങ്കീർത്തനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇരിക്കുന്ന സമയത്ത് ഇവിടെ സഭാഹാളും സ്ഥലം ഉണ്ടാവും. അപ്പം ഞാൻ ദൈവാത്മാവ് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ധൈര്യമായിട്ട് പറയാം. ഞാൻ സഭയിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാനിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു നീർപ്പാറ ചർച്ച് ബോർഡിന് വേണ്ടി ഒരു സ്ഥലവും ഒരു സഭാഹാളും ഉണ്ടാവും. ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ അച്ചായന്മാരൊക്കെ വന്ന് പറഞ്ഞു, പാസ്റ്റേ ഈ കാര്യം ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ശ്രദ്ധിച്ചോണം, അന്ന് ചെറുപ്പമാണ്, ഭാര്യയും ഞാനും കൊച്ചുമാണ്. അപ്പോഴും അവർ നിരുത്സാഹപ്പെടുത്തുകയാണ്, അതൊരിക്കലും നടക്കത്തില്ല. കാരണം അവിടെ ഒരു 50,000 രൂപ ഫണ്ടിലുണ്ട്. അന്ന് തന്നെ ഈ എറണാകുളത്തിൻ്റെയും കോട്ടയത്തിൻ്റെ ബോർഡറാണ് നീർപ്പാറ എന്ന സ്ഥലം. 3.5-4 ലക്ഷം രൂപ അന്ന് വിലയുണ്ട് ഒരു സെന്റിന്. വെറും 50,000 ഫണ്ടിലുണ്ട്. അതും ഒരു അച്ചായം കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചെന്തോ ചോദിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ഞാൻ ചെല്ലുന്നത്. അദ്ദേഹം ആ സഭ വിട്ട് പോയപ്പോൾ അപ്പോൾ പാസ്റ്റർ അത് ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇപ്പോൾ വിശ്വാസികൾ നടക്കുന്നില്ല എന്ന് പറയുന്നു, പക്ഷേ ദൈവാത്മാവിനോട് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഓരോ ദിവസവും രാവിലെ ബൈക്ക് എടുത്തോണ്ട് എന്ത് ചെയ്യാണ്, ഓരോ ദിവസം കറങ്ങുകയാണ്, സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. എൻ്റെ വിശ്വാസം, കാരണം എനിക്ക് എത്ര രൂപയാകുമെന്ന് ഇതൊന്നും എനിക്ക് വിഷയമല്ല, കാരണം ദൈവം പറഞ്ഞ അത് സംഭവിക്കും. അങ്ങനെ ഏകദേശം 6 മാസത്തോളം ഞാനിങ്ങനെ ഓരോ ദിവസം വിസിറ്റിങ് ഒന്നും ഇല്ലാത്ത സമയത്ത് ബൈക്ക് കൊടുത്ത് ഇങ്ങനെ ഓരോ ഏരിയയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് സഭയ്ക്കൊള്ളാം, ഇത് സഭയ്ക്കൊള്ളാം. അങ്ങനെ നോക്കുമ്പോഴാണ് നീർപ്പാറ ജംഗ്ഷൻ അടുത്ത് തന്നെ ഒരു വലിയൊരു ഹാള് കിടപ്പുണ്ട്. അപ്പം അത് കണ്ടും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എബ്രഹാം എന്ന് പറയുന്നൊരു സാറ്, അദ്ദേഹം ഒരു ബൈബിൾ അധ്യാപകനാണ്. ഒരു 2 നില വീടിരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു നിരന്ന സ്ഥലത്ത് ഒരു വലിയ 40 അടി നീളവും 20 അടി വീതിയൊക്കെ ഉള്ള ചർച്ച ഹാള് പണിതിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവിടുത്തെ പാസ്റ്ററാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലവും സഭാഹാളൊന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് അന്വേഷിച്ച് വരികയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഈ കിടക്കുന്ന സ്ഥലവും സഭാഹാളും ഞാൻ മുമ്പ് പണിതാണ്, പക്ഷെ അവിടെ 2 കുടുംബം മാത്രമേ ഉള്ളൂ. ആ 2 കുടുംബവും ഈ സഭയെല്ലാം പാസ്റ്റർക്ക് തരാം, പക്ഷെ ഒരു 10 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു. കാരണം അന്ന് ഒരു 10 സെൻറ്റ് വസ്തു വേണമെങ്കിൽ തന്നെ ഒരു 30 ലക്ഷത്തിലധികം രൂപ സ്ഥലത്തിന് വേണ്ടി മാത്രം. ഈ ഹാളം കൂടെ വരുമ്പോൾ ഒരു 50 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഈ 10 സെൻറ്റ് സ്ഥലവും ബിൽഡിംഗ് തരാം. ഞാൻ ഉടനെ വിശ്വാസത്തോടെ അദ്ദേഹത്തോട് പറയുക, ഞാൻ എടുത്തോളാം പറഞ്ഞു. ഞാൻ അത് എടുത്തോളാം എന്ന് പറയുകയാണ്. അതെ, കാരണം ദൈവാനുഭവം പറഞ്ഞാൽ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഒന്ന് ചെറുപ്പമാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ബാക്ക്ഗ്രൗണ്ടിൽ പൈസയൊന്നുമില്ല. പക്ഷേ ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നും വിശ്വാസം. കാരണം ഈ വിശ്വാസമൊക്കെ എൻ്റെ അപ്പനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. കാരണം പപ്പയൊക്കെ ഇതുപോലെ ഒരു 6-7 സഭയൊക്കെ സ്ഥാപിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ഇതെങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ കാശില്ല, പൈസ, പക്ഷേ വലിയ ചർച്ചകളൊക്കെ പണിയുന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോട് കൃത്യസമയമാകുമ്പോൾ പൈസ എന്ത് ചെയ്യും, വരും.
അപ്പോൾ ഈ രീതിയിൽ ഞാനും എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എടുത്തോളാം, 1,00,000 രൂപ തന്നിട്ട് 6 മാസത്തെ കരാർ എഴുതുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരി ഓക്കെ പറഞ്ഞു. ഞാൻ നേരെ ചർച്ചിൽ ചെന്നു. ചർച്ചിലെ വിശ്വാസികൾ എല്ലാവരോടും പറഞ്ഞു നമുക്കിങ്ങനെ നല്ലൊരു സ്ഥലം കിടപ്പുണ്ട്, റോഡിൻ്റെ അടുത്താണ്, 10 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്, 10 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടും. ആദ്യം നമുക്കൊരു 1,00,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 1,00,000 രൂപ കൊടുക്കാൻ അതിന് വിശ്വാസികൾ തയ്യാറാണ്, കാരണം അവർ എല്ലാവരും കൂടെ എന്ത് ചെയ്യാം. പക്ഷെ ബാക്കി 9 ലക്ഷം രൂപ എങ്ങനെ കൊടുക്കും? ഇതാണ് ചോദ്യം. നമുക്ക് അതിനുള്ള പൈസ ഇല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ദൈവാത്മാവ് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് നടക്കും. അന്നത്തെ ഓവർസറായിരിക്കുന്ന എം കുഞ്ഞപ്പി എന്ന് പറയുന്നൊരു പാസ്റ്റർ സാറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമാണ്, നീ ഗൾഫിലെവിടെയും പോകും, നീ വിദേശത്തെവിടെയെങ്കിലും, അന്ന് വരെ ഗൾഫ് കണ്ടിട്ടില്ല, പാസ്പോർട്ട് എടുത്തിട്ടില്ല, ഇതൊന്നും എടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ വിസയും ടിക്കറ്റ് എടുത്ത് തരും, പക്ഷെ തിരിച്ചു വന്ന് നിന്ന് കരയരുത്, പൈസ കിട്ടിയില്ലെന്ന്, ആധാരം ചെയ്യേണ്ട കാശും കൂടെ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതും ഓക്കെ പറഞ്ഞു. പാസ്പോർട്ട് പോലും എൻ്റെ കയ്യിലില്ല, എല്ലാം ഓക്കെ പറയുകയാണ്. വിദേശത്ത് ബന്ധങ്ങളില്ല, ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയത്തില്ല. ഞാൻ തിരിച്ച് വന്നു, പാസ്പോർട്ട് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, എല്ലാം വിശ്വാസത്തോടെ കാര്യങ്ങളെല്ലാം സ്പീഡപ്പാക്കുകയാണ്. പാസ്പോർട്ട് എടുത്തു. അവസാനം ആ നേർപ്പാറയിലുള്ള തന്നെ ജോസ് എന്ന് പറയുന്നൊരു പാസ്റ്റർ IPCയിലുണ്ട്, എവിടെ കുവൈറ്റിലുണ്ട്. അവിടെ ഒരു കുടുംബം കുവൈറ്റിലുണ്ട്, പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്ക് ഒരു നമ്പരോ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞു 1,00,000 രൂപ നമുക്ക് അഡ്വാൻസ് കൊടുക്കാം, എന്നിട്ട് ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. കുവൈറ്റിലേക്ക് പോയി അവർ പറയുന്നു പാസ്റ്റേ നമ്മുടെ അഡ്വാൻസും പോവും സ്ഥലവും പോവും. പക്ഷേ ഞാൻ പറയുക ഇല്ല, ദൈവം ഒരു കാര്യം ചെയ്താൽ അത് ഭംഗിയായി ചെയ്യുന്നവനാണ്, അങ്ങനെ സംഭവിക്കത്തില്ലെന്ന്. അങ്ങനെ കുവൈറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുവൈറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് കുഞ്ഞുബി സാറ് വിസയും ടിക്കറ്റ് എടുത്ത് തന്നു. ഞാൻ കുവൈറ്റിൽ ചെന്നിറങ്ങിയത് മാത്രം അറിയാം, പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ചോണം, എന്നെ വിളിക്കാൻ വരാൻ ആരുമില്ല. ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ല, ജോസ് പാസ്റ്റർ നമ്പറുണ്ട്, പക്ഷെ ഞാൻ കുവൈറ്റിലേക്ക് വരുന്നെന്ന് അദ്ദേഹത്തിന് പറയണ്ടേ. മണ്ടനായ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ലേ. എയർപോർട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ എന്താണെങ്കിലും അന്ന് 20 ദിനാർ എത്രയെന്ന് അറിയത്തില്ല. ഈ നമ്മുടെ സാമ്പത്തികം മാറിയ കുവൈറ്റി ഇതുണ്ടല്ലോ, അത് മാറിയത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുത്ത് എന്ത് ചെയ്തു, അവിടുത്തെ ഒരു അറബി ഇടയിൽ അതിനകത്തെല്ലാം ഈ മൊബൈൽ ഷോപ്പുകൾ ഉണ്ടല്ലോ, കൊടുത്തിട്ട് ഒരു സിം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സിം കിട്ടി, കുറേ ബാലൻസും കിട്ടി. ആ സിം ഇട്ടിട്ട് ആദ്യം ഈ ജോസ് പാസ്റ്ററെ വിളിച്ചു. ഞാൻ പറയുകയാണ് പാസ്റ്ററെ ഞാനിവിടെ കുവൈറ്റ് എയർപോർട്ടിൽ നിൽക്കുകയാണ്, കുവൈറ്റ്, ഇനി എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. പാസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല, പാസ്റ്റർ അവിടെ തന്നെ നിന്നോ, ഞാൻ ആളിനെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ കാറ് വന്നു, എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മങ്കോഫ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതൊന്നൊരു വ്യാഴാഴ്ചയാണ്. ഇത് ഏത് വർഷമാണ് സംഭവിക്കുന്നത്? 2009 കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. 2009-ലാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. വ്യാഴാഴ്ചയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്നറിയുമോ? വെള്ളമൊക്കെ തന്നിട്ട് പറയും, പാസ്റ്ററെ 200 മലയാളി പാസ്റ്റർമാർ കുവൈറ്റിൽ വന്നിട്ടുണ്ട്, മീറ്റിംഗ് ഇല്ലാതെ അവരിവിടെ ഇരിക്കുകയാണ്. 200 പേര് മീറ്റിംഗ് ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ്. ഒത്തിരി പാസ്റ്റർമാർ പോകുന്ന സമയം. പാസ്റ്റർക്കും 1 മാസം കൊണ്ട് സ്ഥലമൊക്കെ കണ്ടെന്റ് ചെയ്യാം, തിരിച്ചു. അപ്പോഴെൻ്റെ മനസ്സ് പറയുന്നത് എന്താ അറിയുക, ദൈവമാണ് എന്നെ അയച്ചത്. കാരണം ഞാൻ വന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അദ്ദേഹം വെള്ളമൊക്കെ തന്നു, ഭക്ഷണമൊക്കെ തന്നു. അന്ന് രാത്രി കിടക്കുക. പിറ്റേ ദിവസം അവിടെ സഭായോഗമാണ് വെള്ളിയാഴ്ച. അന്ന് ഈ മെസ്സേജിനുള്ള സമയമൊക്കെ. അങ്ങനെ അന്ന് രാത്രി കിടന്നു. എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല. പിറ്റേ ദിവസം വെള്ളിയാഴ്ച സഭായോഗത്തിന് അവിടെ മെസ്സേജ് പറഞ്ഞു. മെസ്സേജ് പറയുന്ന സമയത്ത് അവിടെ അബ്ബാസി എന്നുള്ള സ്ഥലമുണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്. അബ്ബാസിയിൽ നമുക്ക് ചർച്ചയൊക്കെ ഉണ്ട്. അവിടെയുള്ള എൻ്റെ സഹോദരന്മാർ, ചർച്ച ബോർഡിലെ വിശ്വാസികളായ 2 സഹോദരന്മാർ അവിടുത്തെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ മെസ്സേജ് കേട്ടിട്ട് ആ വിശ്വാസികൾ വന്നിട്ട് പറയുകയാണ് ജോസ് പാസ്റ്ററോട്, പാസ്റ്ററെ ഈ പാസ്റ്റർ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ എന്നെ അവരെന്ത് ചെയ്യാണ്, അവിടെ നിന്ന് കൊണ്ടുപോയി. അബ്ബാസി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ബാബു എന്ന് പറയുന്ന അച്ചായൻ, അന്ന് ബിനു ബ്രദർ എന്ന് പറയുന്ന അവരുടെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. സാധാരണ അങ്ങനെ ആരും ചെയ്യത്തില്ല, പരിചയമില്ലാത്തവരെ റൂമിൽ കൊണ്ടുപോയി അവരെ അവിടെ കൊണ്ടുപോയിച്ച് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ ഇരുന്നും കൊണ്ട് ഈ മണ്ടനായ ഞാൻ ചർച്ചക്കോടിലെ പാസ്റ്ററാണ്. ചർച്ചക്കോടിൻ്റെ 3 ചർച്ച അന്ന് അവിടെ ഉണ്ട്. അവിടുത്തെ പാസ്റ്റർ നമ്പരുമായിട്ട് മേടിച്ചിട്ടില്ല, അവരെ വിളിച്ചിട്ടില്ല. പക്ഷേ അവർ തന്നെ എന്ത് ചെയ്തു, പാസ്റ്റർമാരെയൊക്കെ വിളിച്ചു. ഇങ്ങനെ പാസ്റ്റർമാരെ മീറ്റിങ്ങിന് അവസരം കൊടുക്കണം, പരിചയമുള്ള എല്ലാ പാസ്റ്റർമാരെയും വിളിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ 200 പാസ്റ്റർമാർ മീറ്റിങ്ങിലാണ് നിൽക്കുമ്പോഴേ ഒരു ദിവസം മാത്രമാണ് ഞാൻ വെറുതെ ഇരുന്നത്. ഒരു ദിവസം 3 മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചു. അതാണ് ദൈവം അയച്ചിട്ട് പോയാലുള്ള പ്രത്യേകത. എൻ്റെ വീടിന് വേണ്ടിയല്ല, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയല്ല. അങ്ങനെ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അടുത്ത മീറ്റിങ്ങിന് ബുക്കിംഗ് ആകുന്നുണ്ട്. എന്നിട്ട് ഇവർ ഇത് കേട്ടിട്ട് പാസ്റ്ററെ ഫ്രീ ആണോ, ഞങ്ങൾ വണ്ടിയായിട്ട് വരുന്നു,
പല വീടുകളിൽ കൊണ്ടുപോകുന്നു. ഓക്കെ. ഒരു മാസം കൊണ്ട് 8 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഓ ശരി. മനസ്സിലാക്കണം, അതാണ് ദൈവത്തിന് അത്ഭുതം എന്ന് പറയുന്നത്. ഇവിടെ ഇതിൽ ഏറ്റവും ഉരുവെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. കാരണം വിശ്വാസികൾ പറയുന്നറിയോ, പൈസയും പോയി സ്ഥലവും പോയി, അയാൾ തിരിച്ചു വരുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതാ. അങ്ങനെ 8 ലക്ഷം രൂപ പിന്നെ 1-2 ഒരു ഓഫർ ചെയ്തിരിക്കുകയാണ്, അയച്ചു തരാം. ഇതുമായിട്ടാണ് ഞാൻ തിരിച്ചെന്ത് ചെയ്യുന്നത്. ഒരു മാസത്തേക്കാണ്, ഒരു മാസം കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെ വന്നു, അവരുടെ 6 മാസം പറഞ്ഞെങ്കിൽ പിറ്റേ മാസം ഇടപാട് ചെയ്ത് നീർപ്പാറ ചർച്ച് ഓഫ് ഗോഡിന് വേണ്ടി സ്വന്തമായിട്ട് 10 സെന്റ് സ്ഥലവും ബിൽഡിങ്ങും ആയി ഉദ്ഘാടനം ചെയ്തു. കൊയർ, സൗണ്ട് സിസ്റ്റം എല്ലാം സെറ്റായി. അവിടെ നിന്നാണ് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് കൗന്നിലോ എന്ന് പറയുന്ന സ്ഥലത്ത്, കോട്ടയം വാഴൂര് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നു. ഈ സഭ ഓൾറെഡി അത് പണിത് കംപ്ലീറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. കംപ്ലീറ്റ് ചെയ്ത് എല്ലാ പണിയും തീർത്ത് കിടക്കുമായിരുന്നു. ബാക്കി കുറച്ച് പെയിന്റിങ് കാര്യങ്ങൾ, ഫാൻ ഫിറ്റിങ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്തു. അതും സ്വന്തമായിട്ടൊക്കെയാണ് കുറെ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു. ഫ്രണ്ടിൽ ഒരു കൺവെൻഷൻ നടത്താനുള്ള ഗ്രൗണ്ട് പോലെ സ്ഥലമുണ്ട്, നല്ല രീതിയിൽ. പിന്നെ കുറച്ച് ബാത്റൂം ഒക്കെ നമ്മൾ പണിതു. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് ഇട്ടാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അപ്പോഴും ട്രാൻസ്ഫർ ആയി പോകുമ്പോഴേ സഭ ചോദിക്കത്തില്ലേ നമുക്ക് വലിയ സഭ വേണമെന്നോ, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്നു പിന്നെ അടുത്ത ചെറിയ സഭയിലേക്ക്. അവിടെ ഒരു റൂമിലാണ് പിന്നെ കിടക്കുന്നത്. ശ്രദ്ധിക്കണം, അതെല്ലാം നമ്മൾ ചെയ്തിട്ടും അടുത്ത് നമുക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ചർച്ചുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ ഒരു റൂമിനകത്താണ് കട്ടില്, ഫ്രിഡ്ജ്, TV, പെരുമാറുന്നല്ല ഒരു റൂം. പിന്നെ അടുത്ത റൂം എന്ന് പറഞ്ഞാൽ അടുക്കള. അവിടെ ഇടക്കിടയ്ക്ക് പാമ്പൊക്കെ വരുന്ന സ്ഥലമാണ്. ബാത്റൂമിൽ ഇടക്കിടയ്ക്ക് പാമ്പ്. അപ്പോഴേ ശ്രദ്ധിച്ചു വേണം, അടുത്ത കഷ്ടപ്പാടിലേക്കാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. കൗന്നിലോ എന്ന് പറയാം, നമ്മുടെ കാനാച്ചാന, അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ചർച്ചാണ്. അജീക്കുളങ്ങര എന്ന് പറയുന്ന ഒരു നമ്മുടെ ചർച്ച കൂടന്റെ മെയിൻ അദ്ദേഹത്തിന്റെ ചർച്ചാണ്. അവിടെ പക്ഷെ അവിടെയും ചെന്നു, അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവര് നമുക്ക് താമസ സൗകര്യം അല്പം ബുദ്ധിമുട്ടായിരുന്നു, വെള്ളത്തിൻ്റെ സൗകര്യം ഇല്ലായിരുന്നു, ഒത്തിരി കഷ്ടപ്പാട് ഭൗതികമായിട്ടുണ്ടെങ്കിലും ആത്മീയമായിട്ട് സന്തോഷമായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴും അവിടെ പല കാര്യങ്ങളും ചെയ്യാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ചെങ്ങറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. 4 വർഷം അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുമ്പോഴേ ഞാൻ സൗദിയിൽ പോയി. പിന്നെ 2 പ്രാവശ്യം പിന്നെ വിദേശത്ത് പോയി. അതും ഇരുന്ന സഭകൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ഒരിക്കലും 1 സെന്റ് വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് വേണ്ടി 5 പൈസ സമ്പാദിക്കാൻ വേണ്ടി വിദേശത്ത് പോയിട്ടില്ല. പക്ഷേ ഇരുന്ന സഭകളിൽ ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവിടുത്തെ വിശ്വാസികളെന്ന് സാക്ഷിയാണ്. ഇന്ന് ഞാൻ ഇരുന്ന സഭയിൽ നീർപ്പാറയുള്ളവരാണെങ്കിലും അങ്ങ് എറണാകുളത്തുള്ളവരാണെങ്കിലും ഈ പത്തനംതിട്ടയുള്ളവരാണെങ്കിലും നന്നായിട്ട് ഇന്നും എന്നെ സ്നേഹിക്കുന്നുണ്ട്, വിളിക്കാറുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്. കാരണം അവർക്കറിയാം എൻ്റെ സുവിശേഷ വേലയുടെ ആദ്യ ഘട്ടങ്ങളിലുള്ള കഷ്ടപ്പാട്. നമ്മൾ ഈ പല പാസ്റ്റർമാരെ കുറിച്ച്, പഴയ ദൈവദാസന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടവരാണ്, പുതിയ ആൾക്കാർക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന. പക്ഷേ പുതിയവരായ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മളിപ്പോൾ കാറിൽ പോകുന്ന നമ്മളെ ആൾക്കാർ കാണുന്നുള്ളൂ. കാർ എന്നാ ഉണ്ടായി എന്നവരറിയത്തില്ല. ഇൻഷർട്ടൊക്കെ ചെയ്ത് പോകുമ്പോഴേ അവർ വിചാരിക്കുന്നത് എന്തോ എൻ്റെ അപ്പം പാസ്സായതുകൊണ്ട് ഞാൻ പാസ്സായെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ അനുഭവിച്ച ആ കഷ്ടതകൾ, പട്ടിണികൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മീനും ഇറച്ചിയോ കഴിക്കാതെയും കട്ടൻ ചായ പാല് കുടിക്കാതെയൊക്കെ ആണ് നമ്മൾ വർഷങ്ങളോളം കഷ്ടപ്പെടുന്നത്. ഒരു നല്ല അപ്പോഴും സ്വന്തമായിട്ട് വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതാണ്. പക്ഷേ കുടുംബം അതേ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ പത്തനംതിട്ടയിലായിരിക്കുന്ന സമയത്താണ് പപ്പയുടെ അമ്മയ്ക്ക് ഏക മകനായതുകൊണ്ട് അവർ വയസ്സാകുന്ന സമയത്ത് ശാരീരിക പ്രശ്നം വരുമ്പോൾ നാട്ടിലേക്ക് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ട്രാൻസ്ഫർ ആയതാണ്. ട്രാൻസ്ഫർ ആയ എന്നെ ചർച്ചക്കാർ തിരിച്ചുകൊണ്ടു. അത് ഭയങ്കര ഒരു സംഭവമാണ്. ട്രാൻസ്ഫർ ആയ പാസ്റ്റർമാരെ തിരിച്ചുകൊണ്ടും ചരിത്രമില്ല. എന്നെ ട്രാൻസ്ഫർ ആയി വിട്ട് ഇവരെന്നെ വിടാൻ പോയ ഇവരെന്നെ അതേ വർഷം എന്നെ വിടാൻ വേണ്ടി തിങ്കൾ കരിക്കു എന്ന് പറഞ്ഞ സ്ഥലമാണ്. ട്രാൻസ്ഫർ ആയി ഞാൻ 3 വണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരെല്ലാം ഉണ്ട്. അവർക്ക് താല്പര്യം ഇല്ലാതാണ് ഞാൻ മാറുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ സെക്രട്ടറി ചാടി ഇറങ്ങി അവിടുത്തെ പാസ്റ്റേജ് പോയി കണ്ടിട്ട് പറയാം, ഞങ്ങളുടെ പാസ്റ്റേജ് പോലെ ഒരു പാസ്റ്റേജ് ഒന്നല്ല ഇത്, ഞങ്ങളുടെ പാസ്റ്റർ ഇവിടെ ഞങ്ങൾ വിടാൻ തയ്യാറല്ലെന്ന് വേണ്ടി തിരിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്ത് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്നെ തിരിച്ചുകൊണ്ടുപോയി. അങ്ങനെയാണ് വീണ്ടും 1 വർഷം ഇവിടെ ഇരുന്നിട്ടാണ് പപ്പയ്ക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ എൻ്റെ മാതൃ ചർച്ചിലുള്ളവർ എന്നെ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ എൻ്റെ മാതൃ ചർച്ചിൽ വന്നു. 8 വർഷമായിട്ട് ഞാനിപ്പം ആ ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് തന്നെ യൂത്തിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ സെൻട്രൽ പാസ്റ്റർ എന്നുള്ള ലെവലിൽ. പക്ഷേ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി തീയിൽ കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നടന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ
തീർച്ചയായും. എനിക്ക് ഇന്ന പൊസിഷൻ വേണമെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ 25 വർഷം ആ 25 വർഷമായി ഓ ചർച്ച ബോർഡിൽ പാസ്സായിട്ട്. ആയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ആയിരിക്കുന്നത് മടത്തിക്കോണം അല്ലേ? മടത്തിക്കോണം ചർച്ചിലാണ്. സഭയിലാണ്. ഓക്കെ. കാഹളനാഥം എന്നുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മിനിസ്ട്രി പാസ്റ്റർ ഉണ്ട്. ഒരു അത് വന്നിട്ട് നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ മെയിനായിട്ട് സംഗീത ശുശ്രൂഷയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആ പ്രാരംഭം എങ്ങനെയായിരുന്നു? പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അതിൽ നടക്കുന്നത്? ഞാൻ ചെറുതിലെ അമ്മയ്ക്കൊക്കെ ആഗ്രഹമായിരുന്നു ഞാൻ നല്ലൊരു പാട്ടുകാരനാവണം, അല്ലെങ്കിൽ പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര സഭാകമ്പുള്ള ആളായിരുന്നു, നാണക്കേടുള്ള ആളാണ്. ഞാൻ ചെറിയ അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ പോകുന്നവർ വരെ ഉള്ള കാര്യം പറയാം. പഠിക്കാൻ പോകുന്നത് വരെയും എനിക്ക് സ്റ്റേജിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് പത്തനാപുരം ശാലയും ഗോസ്പൽ വോയിസ് ഇങ്ങനെയുള്ള വലിയ വലിയ ടീമുകൾ നമ്മുടെയൊക്കെ ഏരിയയിൽ കൺവെൻഷൻ വരും. ഞാൻ ചെന്നിട്ട് ചോദിക്കും എനിക്കൊരു പാട്ടിന് അവസരം തരണം. അപ്പോൾ അവരവസരം തരും, പാട്ടിന് അവസരം തരും. എനിക്കിപ്പം ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞ് നല്ല ട്യൂണിൽ പഠിച്ചോണ്ടാണ് പോകുന്നത്. അവിടെ കയറി ആൾക്കാരെ കാണുമ്പോൾ കൈ അങ്ങോട്ട് പറയും, കൈക്കൊക്കെ ഇങ്ങനെ വിറയ്ക്കും. വിറച്ചിട്ട് ഈ പാട്ട് വേറെ ട്യൂണിൽ കൂടെ അങ്ങ് പാടും. നാണം കെട്ട് ഇറങ്ങിപ്പോവും. ഈ നാണം കെട്ട് ഇറങ്ങിപ്പോയാലും അടുത്ത സ്റ്റേജ് വരുമ്പോൾ വീണ്ടും ചോദിക്കും, അടുത്തൊരു കൺവെൻഷൻ വീണ്ടും. അങ്ങനെ പല സ്റ്റേജുകളിൽ നാണം കെട്ടാനാണ് ഞാൻ. മൈക്ക് പിടിക്കാൻ അറിയത്തില്ലായിരുന്നു, വിറയിലായിരുന്നു. ആൾക്കാരെ കാണുമ്പം സഭാകമ്പമുള്ള ആളായിരുന്നു. എന്നെയാണ് ദൈവം ഇപ്പോഴും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചെറിയ ചെറിയ പ്രോഗ്രാമുകളിൽ പിന്നെ പാടാൻ തുടങ്ങി, ചെറിയ ടീമുകളിൽ പോകാൻ തുടങ്ങി. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ടീമുകളിൽ പാടാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ അങ്ങ് മാറി, അങ്ങനെ ടീമുകളിൽ പാടാൻ തുടങ്ങി. അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായി സ്വന്തമായിട്ട് മ്യൂസിക് ടീം ആരംഭിക്കും. അങ്ങനെ 1998 മുതൽ ഗിലിയാദ് ഗോസ്പൽ വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിക് ടീം ആരംഭിച്ചു. അങ്ങനെ മ്യൂസിക് ടീമോടൊപ്പം തന്നെ ഒരു മിനിസ്ട്രി അങ്ങനെ 1998 ആരംഭിച്ചു. പിന്നെ എന്നെ ദൈവം ഒരു ഇടയനായിട്ട് മാത്രമല്ല സുവിശേഷകനായിട്ടും കൂടെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് പരസ്യങ്ങളിൽ പ്രസംഗിക്കാനും ചെറിയ ചെറിയ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കാനൊക്കെ അന്ന് തന്നെ ദൈവം അവസരങ്ങളൊക്കെ തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ ബോധ്യമായി ദൈവം എന്നെ ആ രീതിയിലും വിളിച്ചിട്ടുണ്ടെന്നൊരു ബോധ്യം ഉണ്ടായി. അതുകൊണ്ട് ദൈവം തന്ന താലന്ത്, ദൈവം തന്ന കഴിവ് ആ രീതിയിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പം കാഹളനാഥം എന്നുള്ള പേരിലാണ് ഇതറിയപ്പെടുന്നത്. മ്യൂസിക് ടീമുണ്ട്, അതോടൊപ്പം തന്നെ കൺവെൻഷൻ നടത്താനുള്ള സൗണ്ട് സിസ്റ്റവും വലിയ രീതിയിലില്ലെങ്കിലും സ്വന്തമായിട്ട് ജനറേറ്ററും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. പാവപ്പെട്ട പാസ്റ്റേഴ്സ് ഇപ്പോൾ കൺവെൻഷൻ നടത്താൻ സാഹചര്യമില്ല, ഞങ്ങൾക്കൊരു കൺവെൻഷൻ ആഗ്രഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഡേ കൺവെൻഷനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പോയി സൗണ്ട് സിസ്റ്റവും മെസ്സേജും പാട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാതെയും വിളിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ സൗണ്ട് സിസ്റ്റം ആയിട്ടാണെങ്കിലും മറ്റു പുറത്തുനിന്ന് അവർ വിളിച്ച് നടത്താനുള്ള സാമ്പത്തികം അവർക്കില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സഹായമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ മ്യൂസിക് ടീമോ ഉണ്ട്. മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ല വരെയും നീ പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. എല്ലാ ജില്ലയിലും നമ്മൾ മിനിസ്ട്രി പോയി എന്ത് ചെയ്തു, പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഇത്രയും സമയം നമ്മൾ കുടുംബകാര്യങ്ങളും അതുപോലെ തന്നെ പാസ്റ്ററുടെ ജീവിതവും ശുശ്രൂഷയിലുള്ള വെല്ലുവിളികളും സഭാ ശുശ്രൂഷകളും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പൊതുസമൂഹത്തോട് ഒരു പെന്തക്കോസ്ത് വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം? നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സംഘടന സ്പിരിറ്റ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ തന്നെ പ്രസംഗിക്കുന്നു ജാതി മത വർഗ വ്യത്യാസം ഇല്ലാത്തവരാണ് നമ്മളാണ്. അതെ. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പം ജാതി മതം രാഷ്ട്രീയം ഇതൊക്കെ നോക്കി ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ പെന്തക്കോസ്ത് മേഖലയിൽ തന്നെയുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മൾ പ്രസംഗിക്കും പോലെ തന്നെ നമ്മൾ ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് സഹകരിക്കണം. ഏത് മതത്തിലുള്ള പ്രിയപ്പെട്ടവരാണെങ്കിലും അവരുമായിട്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. മനുഷ്യനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ നമ്മുടെ ആത്മീയതയും ഇതുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഒരു സംഭവം ഉണ്ടായെന്നുള്ള ഒരു ചർച്ചിൽ ഞാനിരിക്കും, കോട്ടയത്താണ്. അവിടെ ഞാൻ ഏത് ചർച്ചിലിരുന്നാലും അവിടെയുള്ള അടുത്തുള്ള എല്ലാ CSC ആണെങ്കിലും മർത്തോമയാണെങ്കിലും അവിടുത്തെ അച്ഛന്മാരാണെങ്കിലും വിശ്വാസമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഒരിക്കലും ഒരു CSCയുടെ അച്ഛനോട് പറയാം, പാസ്റ്ററെ നിങ്ങളുടെ സഭയിലെ ഒരു വിശ്വാസ ആൻറ്റി, പേരെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, വെള്ളവും കൊണ്ടിങ്ങനെ പോകുന്ന സമയത്ത് പുറകെ നിന്ന് വിളിച്ചു. ബേബിച്ചാനാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിളിച്ചിട്ട് ആ ആൻറ്റി നിന്നില്ല. അപ്പോൾ എൻ്റെ സഭയിലെ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം കുറ്റം പറയാം.
അപ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി വ്യവസായം വിളിച്ചിട്ട് എന്താ നിൽക്കുന്നത്? അപ്പോൾ ആൻറ്റി പറഞ്ഞ മറുപടി എന്താ അറിയും, ഞാൻ ആത്മാവിലായിരുന്നു. ഓ ശരി. ഞാൻ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ആത്മാവിലാവാൻ പാടില്ല. നാട്ടുകാരെ കാണുമ്പോഴും ബസ്സിൽ സീറ്റിലിരിക്കുമ്പോഴും നമ്മൾ ആത്മാവിലാവണ്ട. അപ്പോൾ നമ്മൾ മനുഷ്യനെ കാണുമ്പോൾ നന്നായിട്ട് ചിരിക്കുക, നന്നായിട്ട് വർത്തമാനം പറയുക. ഇവിടെ എൻ്റെ ജീവിതാനുഭവം, എൻ്റെ ദേശത്തിന്, എൻ്റെ സ്വന്തം സ്ഥലത്ത് പാസ്റ്ററായിട്ടിരിക്കുക 8 വർഷമായി. അവിടെയുള്ള എല്ലാ ഹിന്ദുക്കളോട് ചോദിച്ചാലും, ഏത് രാഷ്ട്രീയക്കാരോട് ചോദിച്ചാലും, അല്ലെങ്കിൽ ഏത് സഭാവിഭാഗത്തോട് ചോദിച്ചാലും ഞാനൊരു ഫ്രണ്ട്ഷിപ്പാണ്. തീർച്ചയായിട്ടും. മനസ്സിലായോ? അവിടെ ആ രീതിയിൽ നമ്മൾ വളരണം, അല്ലാതെ നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നമ്മുടെ വീടിനടുത്തൊരു ഹൈന്ദവ സ്നേഹിതരോ ഇസ്ലാം മതവിശ്വാസികളോ കത്തോലിക്കക്കാരോ ആര് ഉണ്ടെങ്കിലും അവരുടെ വീട്ടിലൊരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു കല്യാണം നടന്നു അല്ലെങ്കിൽ ഒരു മരണം നടന്നു, ദൈവമക്കളായ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും. അവർ പറയണം. ഇന്ന് പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ആരോട് സഹകരിക്കാത്തവരാണ്, ആരോട് മിണ്ടാത്തവരാണ്, നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടാത്തവരാണ്. പക്ഷേ അതല്ല, നമ്മുടെ ചിന്താഗതി മാറണം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഒരു സെൻട്രൽ പാസ്റ്ററാണ്. ഇപ്പോൾ സെൻട്രൽ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനെ ഞാൻ വലുതായി കാണാൻ പാടില്ല. ഞാൻ എത്ര ഉയർന്നാലും അതിന് ആ പൊസിഷനെ അല്ല, ദൈവം തന്ന ശുശ്രൂഷ, അല്ല ഞാൻ ആരാണ്, വന്ന വഴി, ഇത് ഞാൻ ഓർത്തു കഴിഞ്ഞാൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ ഇപ്പം മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് സൗണ്ട് സിസ്റ്റവുമായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ പെട്ടിയും വെക്കേണ്ടി വരും, ലൈറ്റ് ഇട്ടേണ്ടി വരും, മുകളിൽ കയറേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സെൻട്രൽ പാസ് ആണെന്ന് വേണ്ടി വെള്ള ഇട്ടുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു ആരുടെ ആജ്ഞാപിക്കുന്ന ആളല്ല. എല്ലാവരും നോക്കുമ്പോൾ എൻ്റെ ചർച്ചിലെ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിൽ മിനിസ്ട്രിയിലുള്ളവരെ നോക്കുമ്പോഴെല്ലാം ഞാൻ പോസ്റ്റിൽ കയറുന്ന ആളാണ്, ഇന്നും പെട്ടി വെക്കുന്ന ആളാണ്, ഇന്നും കയ്യിലെടുത്ത് നടക്കുന്ന ആളാണ്. 6 മണിയാകുമ്പം വെള്ള ഷർട്ട് വിട്ട് സ്റ്റേജിൽ കയറി മെസ്സേജ് പറയുന്ന ആളാണ്. അപ്പോഴേ ഇന്നും AG IPC മറ്റ് എല്ലാ സഭാ വിഭാഗത്തിനും ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്. വ്യത്യാസമില്ല, സംഘടന സ്പിരിറ്റ് ഇല്ല. സെൻട്രൽ പാസ്റ്റർ ആണെങ്കിൽ സംഘടന സ്പിരിറ്റ് ഇല്ല. അവരെല്ലാവരും എന്നെ സ്നേഹിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സെൻട്രൽ പാസ്റ്റർ എന്നുള്ളത് ചർച്ചിനകത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സെൻട്രലിൽ ചെല്ലുമ്പോഴാണ്. മറ്റൊന്നും ഞാൻ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പൊസിഷനെ ഞാൻ വലുതായി കണ്ട് ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം വന്നാൽ അതോടെ ഞാൻ തീരുകയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. തീർച്ചയായിട്ടും. നമ്മളിനി എത്ര, അതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്, നമ്മൾ എന്താവണമെന്ന് അല്ലെങ്കിൽ എന്താവണ്ടെന്ന്. നമ്മളിനി ഇതിനേക്കാളും വലിയ കാര്യമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടൊന്നുമല്ല. നമ്മൾ ഇപ്പം വൈപ്പിയുടെ കോർഡിനേറ്ററായി അല്ലേ, പക്ഷെ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തോടെ എന്ത് ചെയ്യുന്നു, അതിന് എത്രത്തോളം ഭംഗിയാക്കാമോ ആ കാര്യം ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനെ കണ്ടിട്ട് നമ്മൾ ഹെഡ് വെയിറ്റ് ഇടാൻ തുടങ്ങിയാൽ ദൈവം നമ്മളെ അടിച്ച് താഴെ ഇടും. ഈ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകണമെന്ന്. ഇപ്പം ഞാൻ വിശ്വാസത്തിൽ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. നമ്മളെല്ലാവരോടും ചിരിക്കണം, വർത്തമാനം പറയണം, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം. കാരണം സ്ഥാനത്തോടുകൂടെ നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യൻ ആര്? ക്രിസ്തുവാണ്. അപ്പോൾ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു എന്താ പഠിപ്പിച്ചേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം നമ്മളെ കാണുന്നവർ യേശുവിൻ്റെ സ്നേഹം കാണണം. ഒരാളിനോട് സുവിശേഷം പറയുന്നതിനേക്കാൾ ഏറ്റവും, ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയണമെങ്കിൽ ആ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കണ്ടേ? അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം. ഇപ്പം തന്നെ പത്തനംതിട്ടയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ചെങ്ങറായിരുന്നില്ലേ, അവിടെ സാക്ഷ്യം പറയണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒരു കോളനിയുണ്ട്, ഒരു മല്ലേലി എന്ന് പറഞ്ഞൊരു വലിയ മലയുണ്ട്. അതിൻ്റെ മുകളിൽ ഒറ്റ പാസ്റ്റർമാർ പോകത്തില്ല, കോളനിയാണ്. ഞാൻ ഈ കൊച്ചുമായിട്ടൊക്കെ ഈ മല കയറി പോവും, ശ്വാസം മുട്ടോടെ എത്തുമ്പോൾ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കുടില് പോലെയുള്ള വീടുകൾ, നല്ല കസേര പോലും ഇല്ലാത്ത വീടുകളുണ്ട്. അവരെല്ലാം സാറേ എന്നാണ് വിളിക്കുന്നത്. അവിടെ തറയിരിക്കാറുണ്ട്. നമ്മൾ അവിടെ നിലത്തിരുന്ന് അവർ തരുന്ന വെള്ളം കുടിക്കും. ഒരു പക്ഷേ വൃത്തിയുള്ള പാത്രമൊന്നും അല്ലായിരിക്കും. നമ്മളൊക്കെ അത് നോക്കാൻ പറ്റില്ല. ഒരു സുവിശേഷൻ എന്ന് പറയുമ്പോൾ നല്ല കസേരയുണ്ടോ, നല്ല ഗ്ലാസ് കഴുകിയിട്ടുണ്ടോ, മീൻ നാറ്റുണ്ടോ, ഇതൊന്നും നോക്കാൻ പാടില്ല. മീൻ നാറ്റുണ്ടേ കുടിച്ചേ പറ്റൂ. അവിടെ ആ രീതിയിൽ അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണമെന്ന് അറിയോ? ഒന്ന്, അന്ന് അടൂർ പ്രകാശ് എന്ന് പറയുന്ന MLA ആയിരുന്നു അവിടെ. ആ കോളനിക്ക് റോഡ് വന്നു. അവർ പറയുന്നത് ഈ സാറ് വന്ന് കാലുകുത്തിന് ശേഷം അല്ലെങ്കിൽ അവിടെ വന്നിട്ട്, അപ്പം നമ്മളവിടെ പോകുമ്പം തന്നെ കളിച്ചുകൊണ്ട് കുട്ടികളൊരു സാറേ എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പല കുടുംബങ്ങളും അവിടുത്തെ വിശ്വാസികളായി മാറി. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലാൻ തയ്യാറായതുകൊണ്ട്, ഒന്ന്, ആ കുടുംബം രക്ഷിക്കപ്പെടുന്നു. 2, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് അവർക്ക് നല്ല വീട് കിട്ടുന്നു. അപ്പം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ ആരായിരുന്നു? ഒരു കാലത്ത് നമ്മൾ ഇതുപോലെ കിടന്നവരാണെന്നുള്ള ചിന്ത പലരും എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. അപ്പോൾ ആ ഒരു ഇത് ഈ പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാനും അത് മാക്സിമം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പാസ്റ്ററുടെ വരും ദിവസങ്ങളിൽ മിനിസ്ട്രിയിലൂടെ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് പാസ്റ്റർ ആഗ്രഹിക്കുന്നു? ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. തീർച്ചയായിട്ടും. മാക്സിമം സുവിശേഷീകരണമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു, സുവിശേഷം പറയാൻ വേണ്ടി പോകും.
പക്ഷെ അവർ 2 ദിവസമായി കഞ്ഞി കുടിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് യേശു നിങ്ങളെ വിടുവിക്കും, അല്ലെങ്കിൽ യേശു നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുമെന്ന് പറഞ്ഞ് സ്വോത്രം പറഞ്ഞുകൊണ്ട് തിരിച്ച് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ആ വീട്ടുകാർ പട്ടിണി കിടക്കുക. അതോടൊപ്പം തന്നെ അവർക്കുള്ള ആഹാരത്തിന് വേണ്ടി ഒരു ചെറിയൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവം തന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ചർച്ച് ബേസിൽ അങ്ങനെ ഇപ്പം മാസം തോറും നമ്മളെല്ലാവരും കഴിയുന്ന രീതിയിലുള്ള സഹായമൊക്കെ ഇട്ട് ഇതുപോലെയുള്ള കുടുംബങ്ങളെ കണ്ടുപിടിച്ച് അവർക്കുള്ള കുറച്ച് ആഹാരത്തിനുള്ള സാധനങ്ങൾ നമ്മൾ തുടങ്ങിയായിരുന്നു. അപ്പോഴങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സാമൂഹിക പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ PCI എന്ന് പറയുന്നൊരു സംഘടന, പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു സംഘടന സ്പിരിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു സംഘടന തിരുവനന്തപുരം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സംഘടനയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പാസ്റ്റർമാർ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് അവരെ ഒന്ന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റും. അപ്പോൾ തന്നെ അമ്പൂരിയിൽ ഒരു പാസ്റ്ററെ മോനെ അടിച്ചു, അവിടെ ഒരു മിലിറ്ററിക്കാരൻ. നമ്മൾ ഇടപെട്ടു, പ്രതിപക്ഷ നേതാവൊക്കെ നേരിട്ട് വിളിച്ചു. അപ്പോൾ അങ്ങനെ ഇടപെട്ടതിൻ്റെ പേരിലാണ് അവർക്കൊരു നീതി എന്ത് ചെയ്തു ലഭിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളിൽ കായിരംകുളത്തൊരു സഭയിൽ ആരാധന ശബ്ദം പുറത്തു പോയെന്നും വേണ്ടി പ്രശ്നമുണ്ടായി. അങ്ങനെ ഇത് ഇടപെട്ടത് കൊണ്ട് അവർക്കവിടെ സ്വതന്ത്രമായിട്ട് ആരാധന നടത്താനുള്ള കാര്യങ്ങൾ സർക്കാർ തന്നെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ സാമൂഹികമായിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ഒരു വ്യക്തിയെ എങ്ങനെ സഹായിക്കാൻ കഴിയും? അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ മിനിസ്ട്രി ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആഗ്രഹമുണ്ട്. യൂത്തിൻ്റെ ഇടയിലും ഇന്നത്തെ ചെറുപ്പക്കാരെ ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ കഴുകൻ്റെ പ്രത്യേകത, കഴുകൻ ഒരിക്കലും ഒരു കുരുവിയുടെ കൂടെ എന്ത് ചെയ്യത്തില്ല, പറക്കത്തില്ല. കാരണം കഴുകൻ ആരാണെന്ന് കഴുകനറിയാം. കോഴിക്ക് പറക്കാനൊരു പരിമിതിയുണ്ട്, അതിൻ്റെ മുകളിൽ കോഴിയുടെ ശത്രുവുണ്ട്. പ്രാവിന് പറക്കാനൊരു പരിമിതിയുണ്ട്. പക്ഷെ കഴുകനെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും താഴെയാക്കിയിട്ട് ഏറ്റവും മുകളിൽ പറക്കുന്ന ഒന്നാണ് കഴുകനെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കഴുകൻ ഒരിക്കലും ഒരു കുരുവിയുടെ കൂടെ പറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ പെന്തക്കോസ്ത് ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കണം. നമുക്കൊരു ബോധ്യമാണ്. കാരണം നമ്മളെ സമൂഹത്തിന് ആവശ്യമുണ്ട്. അതെ, തീർച്ചയായിട്ടും സമൂഹത്തിന് നമ്മളെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പണം ഉള്ളൊരു ജോലി കിട്ടി, നിങ്ങൾ അതിൽ നിന്ന് ഒരു എമൗണ്ട് മാസം തോറും ഇതുപോലെയുള്ള പാവപ്പെട്ട ആരെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ മാസം തോറും ഒരു സ്പോൺസർ ചെയ്യാനോ പഠിപ്പിക്കാനൊക്കെ ഉള്ള കാഴ്ചപ്പാട് നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഇന്ന് പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർ മാത്രം നോക്കി പ്രസംഗിക്കുന്നു, ചെറുപ്പക്കാർ വേറെ ലെവലിലേക്ക് ആകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ആരാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമൂഹത്തിന് ഞങ്ങളെ ആവശ്യമുണ്ടെന്ന് അവർക്കറിയത്തില്ല. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ അവർക്കില്ല. അതൊക്കെ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ യുവജനങ്ങളുടെയൊക്കെ മീറ്റിങ്ങിനൊക്കെ നമ്മൾ മാക്സിമം ആ ഒരു കാര്യം കുട്ടിയുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടോ. അത് എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. കർത്താവദാസന് ഒരു 25 വർഷമായിട്ട് സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു. അതെ. അപ്പോൾ ഇതുവരെയുള്ള അനുഭവത്തിൽ, അതായത് സഭാ ശുശ്രൂഷയുടെ കാലഘട്ടം മാത്രമല്ല, ബാല്യകാലം മുതൽ ഇതുവരെ, അതായത് ഇന്ന് 25 വർഷം സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ കാലഘട്ടം വരെയുള്ള അനുഭവത്തിൽ നിന്ന് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക്, ഒരു പാസ്റ്റർ എന്നുള്ള നിലയ്ക്ക്, ഒരു ഇന്നത്തെ ശുശ്രൂഷകരായിരിക്കുന്ന പുതുതലമുറയോട് എന്താണ് പാസ്റ്റർ പറയാനുള്ളത്? സുവിശേഷ വേലയെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ശുശ്രൂഷയാണ്. ഏറ്റവും മഹത്വകരമായ ഈ ലോകത്തിലെ എല്ലാ ജോലികളേക്കാളും ഏറ്റവും ശ്രേഷ്ഠതയാണ്. അപ്പോൾ തന്നെ സമർപ്പണം ഇല്ലാത്തവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല. സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈക്കിൽ പോകുന്ന പാസ്റ്റർമാരെയും ഇങ്ങനെയൊക്കെ നടക്കുന്നവരെ കാണുന്നു. അല്ലെങ്കിൽ കാറിലൊക്കെ, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ കാറുള്ള ആളാണ്, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല ബൈക്കൊക്കെ ഉള്ള ആളാണ്. ആ പാസ്റ്റർമാരെ ഭാര്യയാകാൻ വേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാസ്റ്റർ കെട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടാനും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാസ്റ്റർ ഭാര്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 100 വിശ്വാസം ഉണ്ടെങ്കിൽ 100 സ്വഭാവമുള്ള വിശ്വാസികളാണ്. ഒത്തിരി കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ചിരിക്കുന്നവർ നാളെ ഒരു പക്ഷേ ശത്രുവാകും. അവരെല്ലാം ഒരുമിച്ച് നമുക്കെതിരാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ ഒരു പാസ്റ്റർ ആണെങ്കിലും ഒരു വിശ്വാസിയാണെങ്കിലും അല്ലെ പാസ്റ്റർ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പോകേണ്ടി വരും. ഇതിനെല്ലാത്തിനും ഓവർകം ചെയ്യാനും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാനും. ഇപ്പം ഒരു ദേശീയക്കുള്ള ആളാണെങ്കിൽ നമുക്കെതിരായിട്ട് ഒരു വിശ്വാസി എഴുന്നേറ്റോ അല്ലെങ്കിൽ സംസാരിച്ച് നമ്മൾ പ്രതികരിക്കുന്നവരായി മാറും. അങ്ങനെയാണ് പല സഭകളിലും പ്രശ്നം ഉണ്ടാകും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു നിന്നാൽ അല്ലെങ്കിൽ അവർക്ക് അറിവില്ല.
എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാലേ സഭ പ്രവർത്തനം മുന്നോട്ട് എന്ത് ചെയ്യത്തുള്ളൂ, അതെ 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 പോകത്തുള്ളൂ. അവർ ചില സമയത്ത് നമ്മൾ മണ്ടരായി നിൽക്കേണ്ടി വരും, തീർച്ചയായിട്ടും. നമ്മൾ പൊട്ടനെ പോലെ നിൽക്കേണ്ടി വരും. അത് ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതെ അതെ ഒരു പാസ്റ്ററാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ചില സ്ഥലത്ത് പൊട്ടനെ പോലെ നിൽക്കേണ്ടി വരും, ചില സ്ഥലത്ത് ഒരു മണ്ടനെ പോലെ. അവർ വിചാരിക്കും മണ്ടനാണെന്ന് വിചാരിക്കും. നമുക്കിതെല്ലാം അറിയാം, പക്ഷേ അതാണ് ദൈവം നമ്മളെ വിളിച്ച വിളിയാണത്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ദൈവകൃപ ഒന്ന് പ്രാപിക്കുക. ആ ഒരു സമർപ്പണം ഉള്ളവർ മാത്രമേ ഇതിലേക്ക് എന്ത് ചെയ്യാവൂ, വരാവൂ. അല്ലാതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും, അതെ അതെ പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും. സ്റ്റേജിൽ കിടന്ന് പ്രസംഗിക്കാനും അല്ലെങ്കിൽ പാട്ട് പാടാനും ഇതെല്ലാം കഴിയും. അതല്ല ഒരു ഇടയനെ സംബന്ധിച്ച്, ശുശ്രൂഷകനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ വിശ്വാസികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും നമ്മളാണ്. നമുക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് പറയാൻ ആളില്ല. തീർച്ചയായിട്ടും. അവിടെ അത് ഭാര്യയും ഭർത്താവും അത് സഹിച്ചേ പറ്റാവും. അവർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഭാര്യയോട് പോലും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. സഹോദരിമാരുടെ ഒരാളുടെ മുഖം ഇങ്ങനെ ഉയർത്തിരിക്കുമ്പോൾ അതിന് ടെൻഷൻ മുഴുവൻ അറിയുമ്പോൾ നമ്മുടെ ഭാര്യ അതെന്തിനാ ഉയർത്തിരിക്കുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ തിരിയുന്നതിനും പിരിയുന്നതിനൊക്കെ ആ രീതിയിൽ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു സമർപ്പണം ഇല്ലെങ്കിൽ അവിടെ തകർന്നു പോകും. അപ്പോൾ അതാ പറഞ്ഞത്, ആ ഒരു ദൈവകൃപ അല്ലെങ്കിൽ ആ ഒരു സമർപ്പണം ഉള്ളവർ മാത്രമേ ഒരു ശുശ്രൂഷനായിട്ട് എന്ത് ചെയ്യാവും. അല്ലെങ്കിൽ കൺവെൻഷൻ പ്രസംഗിക്കാം, അല്ലെങ്കിൽ പരസ്യബോധത്തിൽ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. സഭാപരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ ഇത് നിസ്സാര കളിയല്ല, ഒരു കളിക്കളമല്ല, ഇതൊരു പടക്കളമാണ്. ഇതുവരെ നമ്മോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ അനുഭവങ്ങളൊക്കെ ഇതുവരെ നമ്മോട് സുവിശേഷ വയലിലെ അനേക കാര്യങ്ങളെ കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ തൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ കാണിച്ച നല്ല മനസ്സിനെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ദിവസങ്ങളിൽ പുതിയ ഗസ്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.